ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമ്മുടെ അനന്തു സാറാണ്. അനന്തു സാറിനെ നിങ്ങൾ കുറച്ചു പേർക്കൊക്കെ അറിയാമായിരിക്കും. സാറിനെ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. അതിന് മുൻപായിട്ട് ഒരു കാര്യം പറയട്ടെ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പാരൻസിനോട് കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്, അല്ലേ സാർ? അതെ, നമുക്കിപ്പം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പേരൻസിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. അതെ, നമ്മൾ എല്ലാ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താണ്? മികച്ച വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുക. പലരെ സംബന്ധിച്ചിടത്തോളം, പല പാരൻസിനെ സംബന്ധിച്ചിടത്തോളം നല്ല CBSE സ്കൂളുകളിൽ പഠിപ്പിക്കണം എന്നുണ്ടാവാം, അല്ലേ? പക്ഷെ പലപ്പോഴും ഉൾനാടൻ പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്കാണെങ്കിലും അല്ലെങ്കിൽ പല ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യലി അത് പലപ്പോഴും അഫോർഡ് ചെയ്യാൻ പറ്റാറില്ല. എല്ലാ ആൾക്കാരും, മിക്ക ആൾക്കാരും പറയുന്നത് കുട്ടികളെ CBSEയിലേക്ക് വിടുമ്പോൾ ഫീസിന്റെ പ്രശ്നങ്ങളാണ് മിക്കതായിട്ടും പ്രശ്നം വരുന്നത്. അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരമാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പം അവിടെ നമ്മളുടെ ഇങ്ങനെയുള്ള കുറച്ച് ആഗ്രഹങ്ങൾ, ഇനി CBSE സ്കൂള് എന്ന് മാത്രമല്ല കേട്ടോ, നമ്മുടെ കുട്ടികൾക്ക് മാക്സിമം എക്സ്പോഷർ കിട്ടുക എന്നുള്ളതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടത്, അല്ലേ? അതായത് ഇപ്പോൾ ഇന്ത്യയിലുള്ള നവോദയ സ്കൂളുകളെ പറ്റി എത്ര പേർക്കറിയാം? നമ്മൾ എപ്പോഴും പറയാറുണ്ട്, അവസരങ്ങളിലേക്ക് നമ്മൾക്ക് അടുക്കാൻ പറ്റണമെങ്കിൽ അവസരങ്ങളെക്കുറിച്ചൊരു അവയർനെസ് നമുക്ക് ആദ്യം വേണം. അപ്പോൾ ആ ഒരു അവയർനെസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ നവോദയ സ്കൂളുകൾ. എന്താണ് നവോദയ സ്കൂളുകൾ? ഇപ്പം എല്ലാവരും നവോദയ എന്ന് കേൾക്കുമ്പോൾ അറിയാവുന്ന പേരൻസ് ആണെങ്കിൽ ആദ്യം പറയും, ഓ, ഫ്രീ എഡ്യൂക്കേഷൻ. അപ്പോൾ CBSE സിലബസിൽ ഫ്രീ എഡ്യൂക്കേഷനിൽ കുട്ടികളെ പഠിപ്പിക്കുക എന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. എല്ലാവരും ആഗ്രഹിക്കും അതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി. ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു എഡ്യൂക്കേഷൻ ചെയിൻ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നവോദയ സ്കൂളുകളെ. ഫ്രീ ആയിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷൻ ചെയിൻ ആണ് നമ്മുടെ നവോദയ സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നവോദയ സ്കൂൾ ഇന്ത്യയിൽ ഒട്ടാകെ ഉള്ളതാണ്. കേരളത്തിലും നമുക്കറിയാം എല്ലാ ജില്ലകളിലും നവോദയ സ്കൂളുകളുണ്ട്. ഇവിടെ നവോദയ സ്കൂളുകളിലേക്ക് 6ാം ക്ലാസ് മുതലാണ് അഡ്മിഷൻ പോകുന്നത്, അല്ലെ? 6ാം ക്ലാസ് മുതലാണ് അഡ്മിഷൻ പോകുന്നത്. അതായത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു എൻട്രൻസ് എക്സാം ഉണ്ടാവും. ആ എൻട്രൻസ് എക്സാം വഴിയായിരിക്കും ഇവർ എന്ത് ചെയ്യുന്നത്? ഈ 6ാം ക്ലാസ്സിലേക്ക് നവോദയ സ്കൂളുകളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. എപ്പോഴായിരിക്കും സാർ ഇതിന്റെ നോട്ടിഫിക്കേഷൻ? നോട്ടിഫിക്കേഷൻ ജൂലൈ ഓഗസ്റ്റ് കൊണ്ടാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. എക്സാം വരിക നമുക്ക് ജാനുവരി ഫെബ്രുവരി. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു വർഷം ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഈ കുട്ടികൾക്ക്. ഫുൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് തീരുന്നത് വരെ സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് നേരെ പകുതി. അതാണ് അവര് ടൈം കുറച്ചു. സിലബസ് കുറച്ചിട്ടില്ല, ടൈം കുറച്ചു. നന്നായിട്ട് പഠിക്കട്ടെ പിള്ളേര്. ഒപ്പം തന്നെ മറ്റേന്ന് എല്ലാ എക്സാംസും കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണ് അവർ എക്സാം കണ്ടക്ട് ചെയ്തത്. ഇപ്പൊ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ മാർച്ചിൽ എക്സാം ആണെങ്കിൽ അതിനു മുമ്പേ പരീക്ഷ വെക്കുവാണ്. അതായത് അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു ജനുവരിയോട് കൂടി പരീക്ഷ പ്രതീക്ഷിക്കാം. നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴത്തേക്കാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ജൂലൈ ഓഗസ്റ്റ് സമയത്തോടു കൂടി നമ്മുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നവോദയ സ്കൂൾ അഡ്മിഷൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് സ്കിൽ ഡെവലപ്മെന്റ് ആണ് അവിടെ ഉണ്ടാവുന്നത്. കാരണം ഇതിന്റെ സിലബസ് അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് മെന്റൽ എബിലിറ്റി, ബുദ്ധിശക്തി. കുട്ടികളുടെ ബുദ്ധിശക്തി എത്രയുണ്ടെന്നാണ് അവർ അതിനകത്ത് നോക്കുന്നത്. ഏറ്റവും കൂടുതൽ മാർക്ക് അവർ അതിനാ കൊടുക്കുന്നത്. 40 മാർക്കാണ്, അല്ലെ? 50 മാർക്ക്, 40 ക്വസ്റ്റ്യൻ. 40 ക്വസ്റ്റ്യൻ 1.25 മാർക്ക് വെച്ചിട്ട് 50 മാർക്കിന് നമുക്ക് മെന്റൽ എബിലിറ്റി ഉണ്ട്. പിന്നെ അത് കൂടാതെ നമുക്ക് ലാംഗ്വേജ് ഉണ്ട്. മാത്സും ലാംഗ്വേജും ആണ്. മാത്സിന് നമ്മളെല്ലാവരും മാത്സ് ഭയങ്കര ടഫ്. മാത്സ് വെറും 20 ക്വസ്റ്റ്യൻ 25 മാർക്ക് ഇട്ടിട്ടുള്ളൂ. ആ ഒരു രീതിയിൽ ലാംഗ്വേജിനും അതേപോലെ സെയിം ഡിസ്ട്രിബ്യൂഷൻ. ലാംഗ്വേജ് ഏതെങ്കിലും ഒരെണ്ണം ഓപ്റ്റ് ചെയ്താൽ എനിവൺ. മലയാളത്തിലാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും ക്വസ്റ്റ്യൻ വരുന്നത് മലയാളത്തിലായിരിക്കും. ഇംഗ്ലീഷ് ചൂസ് ചെയ്യുന്നവർക്ക് ഫുൾ ഇംഗ്ലീഷ്. അതായത് മലയാളം ചൂസ് ചെയ്യുകയാണെങ്കിൽ ലാംഗ്വേജും മലയാളമായിരിക്കും, പരീക്ഷ നടത്തുന്ന ഒരു മീഡിയമും മലയാളമായിരിക്കും. അതായത് മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ടെൻഷനും വേണ്ട, ഇത് എഴുതാൻ പറ്റുമോ. അപ്പൊ അതേപോലെ നിങ്ങൾക്ക് മലയാളം എഴുതാനും ആ ഒരു മലയാളം എക്സാം നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിലബസ്. മെന്റൽ എബിലിറ്റി ഉണ്ട്, മാത്സ് ഉണ്ട്, ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സിലബസ് പഠിക്കുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നവോദയ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുക എന്നതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു സ്കിൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ എഴുതുന്ന ആദ്യത്തെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് നവോദയ എക്സാം. USS എഴുതുന്ന കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ പോലും ഈ OMR ഷീറ്റിൽ എഴുതുക എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. അവരാരും LSS USS ആണെങ്കിലും ആ ക്വസ്റ്റ്യൻ ആ കൊടുത്തിരിക്കുന്ന കോളത്തിൽ ഇവർ എഴുതുവാണ്. പക്ഷെ ഇത് OMRലാണ്, ശ്രദ്ധിക്കണം. ഒരു ക്വസ്റ്റ്യൻ പോലും മാറാൻ പാടില്ല. അപ്പൊ അത്രയ്ക്ക് സീരിയസ്നെസ്സോടെ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആണ്. നമ്മുടെ കുട്ടികൾ ആദ്യമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. അപ്പൊ ആസ് പാരൻസ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? കുട്ടികൾക്ക് എന്താണ് നവോദയ സ്കൂൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം.
ഇന്ന് പാരൻസിനേക്കാൾ കൂടുതൽ കുട്ടികളാണ് പലപ്പോഴും ഇതൊക്കെ റിസർച്ച് ചെയ്യുന്നതും കണ്ടുപിടിക്കുന്നതും. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോമ്പറ്റേറ്റീവ് ട്രാക്കറിൻ്റെ CC+ എന്നൊരു വിങ് ഉണ്ട് ഞങ്ങൾക്ക്. CC+ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് നവോദയ കോച്ചിങ്, കളരി, അതുപോലെ ട്യൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിവിടെ ഉണ്ട്. അപ്പം അതിൽ നവോദയ കോച്ചിങ്ങിൻ്റെ മെന്ററാണ് സാറ്. കഴിഞ്ഞ പ്രാവശ്യം അനന്ത് സാറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഫാൻ ബേസ് ആയിരുന്നു. വളരെ സന്തോഷം. എന്താ പറയാ, കുട്ടികളുടെ സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും വന്നിട്ട് നമ്മളെ വന്ന് വർത്താനം പറയുന്നു, സാർ ഞാൻ ഇന്ന പോർഷൻ പഠിച്ചിരുന്നു, മെന്റൽ എബിലിറ്റിയുടെ ഫുൾ വന്നു, അങ്ങനെ തന്നെയാണ് എനിക്ക് മാർക്ക് കിട്ടിയത്. കാരണം സാറാണ് അത് പേഴ്സണൽ മെന്റർഷിപ്പ് ചെയ്തത്. നമ്മളുടെ 6ാം ക്ലാസ് നവോദയയുടെ മെന്റർ സാറായിരുന്നു. അപ്പോൾ കുട്ടികളുടെ മാത്രമല്ല പാരൻസിന്റെ ഒരു അപ്രോച്ചും എനിക്ക് ഭയങ്കര. ആ പ്രോഗ്രാം ഞങ്ങൾ റാങ്ക് ഹോൾഡേഴ്സ് മീറ്റപ്പ് നടത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് അടുപ്പിച്ച് CC+ന് 75-ലധികം കുട്ടികൾ റാങ്ക് ലിസ്റ്റിലുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ റിസൾട്ടാണ്. കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ടും നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു പ്രോഗ്രാം റാങ്ക് ഹോൾഡേഴ്സ് മീറ്റപ്പ് നടത്തി ഈ കൊച്ചു മിടുക്കന്മാരെയും മിടുക്കികളൊക്കെ അനുമോദിച്ചു. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന് മറ്റൊരു ഗുണം ഉണ്ടായിരുന്നു. എന്താണ് നവോദയ പരീക്ഷയുടെ പ്രാധാന്യം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഈ ഒരു പരീക്ഷയ്ക്ക് പഠിച്ചത് കൊണ്ട് കുട്ടികൾക്ക് എന്തെല്ലാം മാറ്റം ഉണ്ടായി, അത് പാരൻസ് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം നമ്മൾ പഠിപ്പിക്കുമ്പോഴും അറിയുന്നില്ല കുട്ടികളിലേക്ക് ഇത്ര മാറ്റം വരുന്നുണ്ടെന്ന്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെൻ്റൽ എബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുകയാണ്, അവർക്ക് ലാംഗ്വേജിലുള്ള ഗ്രിപ്പ് ഇമ്പ്രൂവ് ചെയ്യുകയാണ്, മെൻ്റൽ മാത്സിലേക്ക് കുട്ടികൾ എത്തുകയാണ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ അവർക്ക് അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മളുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജനുവരിയിലാണ് പരീക്ഷ. ഈ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ കുട്ടികളെ നമ്മൾ തയ്യാറെടുക്കാൻ ഹെൽപ്പ് ചെയ്യണം. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ സിലബസ് നമുക്ക് അറിയണം എന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും അത് അറിയണം എന്നില്ല. കറക്റ്റ് സിലബസ് നമ്മുടെ കുട്ടികളിലേക്ക് എത്തിച്ച് അതിനവരെ തയ്യാറെടുപ്പിച്ച് ആ പരീക്ഷ അവരെഴുതുമ്പോൾ ആ കുട്ടികൾക്ക് കിട്ടുന്നൊരു ആത്മവിശ്വാസമുണ്ട്. അത് വളരെ വലുതാണ്. അപ്പോൾ ഇതെല്ലാത്തിനും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ആസ് പാരൻസ് നമുക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഈ നവോദയ സ്കൂളുകൾ എന്ന് പറയുമ്പോൾ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഇതൊരു റെസിഡൻഷ്യൽ സ്കൂളല്ലേ, അല്ലേ? അതൊക്കെ ശരിയാവോ? അങ്ങനെയൊന്നും അല്ല. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയണമെങ്കിൽ കഴിഞ്ഞതിൻ്റെ അങ്ങേ പ്രാവശ്യം നമ്മളുടെ CC+ലൂടെ റാങ്ക് നേടിയ നമ്മുടെ ഋഷികേഷ് അല്ലേ, യെസ്, ഋഷികേഷിന്റെ പാരന്റ് അനുരാജ് സർ കഴിഞ്ഞ 2 പ്രാവശ്യം ഞങ്ങളുടെ ഈ ഒരു മീറ്റപ്പിന് വന്നിരുന്നു. ആദ്യത്തെ പ്രാവശ്യം ഋഷികേഷ് ഞങ്ങൾ ആദരിച്ചു. 2ാമത്തെ പ്രാവശ്യം ഋഷികേഷ് കുട്ടികളോട് പറഞ്ഞു കൊടുത്തു എന്താണ് നവോദയ സ്കൂള്, വലിയ ആളായിട്ട് അതെ. അപ്പൊ അന്നത്തെ ദിവസം ഋഷികേഷിന്റെ പാരന്റായ അനുരാജ് സർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് സാറിന്റെ വായിൽ നിന്ന് നിങ്ങൾ ഡയറക്റ്റ്ലി ഒന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അതായത് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വിദ്യാഭ്യാസമാണ് നമുക്ക് കൊടുക്കാൻ, അതിനുള്ളൊരു ഭാഗ്യമാണ് മോനിലൂടെ കിട്ടിയിരിക്കുന്നത്. അതിന് CC+ ഞങ്ങൾക്ക് തന്ന സഹായം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന പാരൻസിനോട് പറയാനുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് ഈ CC+നെ കുറിച്ചുള്ള ഒരു മറ്റു കുട്ടികൾക്ക് ഈ CC+ന്റെ അവർ കൊടുക്കുന്ന ഒരു ട്രെയിനിങ്ങിനെ കുറിച്ചുള്ള ഒരു ഷെയറിങ് നമുക്ക് പരസ്പരം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും. അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് മാക്സിമം. അപ്പോൾ അതാണ് നമ്മൾക്ക് അധ്യാപകരോടും ഈ ഒരു സ്ഥാപനത്തോടും ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സഹായമായിരിക്കും അത്. പിന്നീട് സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മോൻ ഒരു സ്റ്റേറ്റ് സിലബസ് സ്കൂളിലാണ് പഠിച്ചത്. മലയാളം മീഡിയത്തിലായിരുന്നു പഠിച്ചു തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സാഹചര്യങ്ങൾ വെച്ചിട്ട് അവനെ ഒരു എന്താണ് പറയുന്നത്, CBSE സ്കൂളിലോട്ടൊക്കെ പഠിപ്പിക്കുന്നതിനുള്ള ഒരു സാമ്പത്തികമായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും ഈ CC+നെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞത് തന്നെ യൂട്യൂബിലൂടെ ആയിരുന്നു. മാത്രമല്ല ആദ്യത്തെ CC+ന്റെ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ വൈഫായിരുന്നു. അയാൾ PSC കോച്ചിങ്ങിന് വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ്. അപ്പോൾ കേട്ടല്ലോ നമ്മുടെ അനുരാജ് സാർ പറഞ്ഞത്. ഇതേപോലെ നമ്മൾ വേണം നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ എന്താണ് നല്ലത്, അവരത് തയ്യാറെടുപ്പിക്കാൻ നമ്മൾക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കാമോ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. പേരൻസ് എന്ന നിലയിൽ ഇപ്പൊ അവർ ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും, അവർക്ക് ഒരു മെറ്റീരിയൽ വാങ്ങി കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ കൂടെ ഒന്ന് ഇരിക്കുക, ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. കുട്ടികൾക്ക് അതൊരു എന്താ പറയുക, ഉള്ളിലൊരു സന്തോഷം, അവരറിയാതെ തന്നെ അവർ തന്നെ ഇരുന്ന് പഠിക്കും. നമ്മൾ പേരൻസിനുള്ളിൽ ഒരു ആഗ്രഹം ഉണ്ട്, അപ്പൊ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹമുണ്ട്, ഞാനും ഇതേപോലെ നമ്മളെ പോസ്റ്ററൊക്കെ ചെയ്യുമ്പോൾ പല പേരൻസിനും ആഗ്രഹമുണ്ട്, ഞങ്ങളുടെ മോളും കൂടെ അല്ലെങ്കിൽ മോനും കൂടെ ഇങ്ങനെ വരുവാണെങ്കിൽ എന്ന്. നമുക്ക് എല്ലാ പേരൻസിനും അങ്ങനെ ആഗ്രഹമില്ലാത്ത പേരൻസ് അതൊന്നുമില്ല. അതോടൊപ്പം തന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ കുട്ടികൾ ഈ ഒരു എക്സാമിന് പഠിക്കുമ്പോൾ, അതായത് ഇപ്പോഴേ അവർ പഠിച്ചു തുടങ്ങുകയാണ്, ഓട്ടോമാറ്റിക്കലി അവരവരുടെ സ്കൂളുകളിലെ ക്ലാസ്സിലും അതിൻ്റെ ആ ഒരു എക്സ്പേർട്ട്
ഹാൻഡ്ലിങ് അവർ കാണിക്കുക, സബ്ജക്റ്റിൽ അവർ മറ്റുള്ള കുട്ടികളെക്കാളും ഒരു പടി മുന്നിലേക്ക് നമ്മുടെ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി വരും. അങ്ങനെ മുന്നിൽ വരുന്നതുകൊണ്ട് അവരുടെ കോൺഫിഡൻസ് കൂടും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിയുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ CC+ൽ നവോദയ കോച്ചിങ്ങിൻ്റെ പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സർ തന്നെയായിരിക്കും അതിന് ഡയറക്റ്റ്ലി മെൻറ്ററായിട്ട് വരുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സിലബസും കാര്യങ്ങളും അനുസരിച്ചുള്ള ക്ലാസ്സുകളായിരിക്കും, എക്സാംസ് ഉണ്ടാകും, ലൈവ് സെഷൻസ് ഉണ്ടാകും, ക്വറി എല്ലാം അപ്പം ക്ലിയർ ചെയ്ത് തരും. കുട്ടികൾക്ക് വേറെ എവിടെയും പോകണ്ട, ഇങ്ങോട്ട് തന്നെ നമുക്ക് ചോദിക്കാം അല്ലേ. അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും ഉള്ള നമ്മളുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ നവോദയ എക്സാം കോച്ചിങ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. പുതിയ ബാച്ചാണ്, വെക്കേഷൻ ടൈമാണ്. ഇപ്പോൾ ഒരു ബേസ് ഇടാൻ പറ്റിയ സമയമാണ് നമ്മുടെ കുട്ടികൾക്ക്. ബേസ് ഇപ്പോഴാണെങ്കിൽ അവർക്ക് ആ സിലബസ് ഉണ്ടല്ലോ, നമ്മുടെ സ്കൂളിലേക്ക് കയറുമ്പോൾ കുറച്ച് ടഫ് ആയിട്ടൊന്നും, ഇപ്പോഴേ ഈ ബേസ് നമ്മൾ കൊടുത്തങ്ങ് പോവുകയാണെങ്കിൽ അവർക്ക് ആ സമയം ക്ലാസ് ടോപ്പേഴ്സ് ആയിരിക്കും. അതാണ് അവരുടെ തീർച്ചയായിട്ടും അവരുടെ അക്കാഡമിക്സിൽ ആ ഒരു ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കാം. നവോദയ കോച്ചിങ്ങിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇപ്രാവശ്യം നവോദയ റിസൾട്ട്സുമായിട്ട് CC+ ഉണ്ടാകും. നിങ്ങളുടെ കുട്ടികളും ഉണ്ടാവട്ടെ ആ ഒരു ഗ്രൂപ്പിൽ. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു സോ മച്ച്.